ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നൈനിതാളിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഒരു ബ്രഞ്ച് പോലെ ഇപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ വഴിയരികിൽ തന്നെ കുറേ കോഫി ഷോപ്സും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊരെണ്ണത്തിൽ കയറിയിട്ടോ. അപ്പോൾ ഇത് വഴിയരികിൽ തന്നെ നല്ല വ്യൂ അല്ലേ, അവിടെ ലേക്ക് വ്യൂവും ഒരു ബ്രഞ്ചൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് നമ്മൾ വ്യൂ പോയിൻറ്റ്സിലേക്ക് പോകാം എന്നാട്ടോ വിചാരിച്ചത്. ഇതപ്പം ഞങ്ങൾ ഫുഡ് എത്തിക്കഴിഞ്ഞു. ഞാൻ മാഗിയും ബോണി ആലു പൊറോട്ടയൊക്കെയാണ് ഓർഡർ ചെയ്തത്. എന്തായാലും നല്ലപോലെ കഴിച്ചു. ഇവിടെ ഓരോ സ്ഥലത്തും ഫുഡ് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ, അതിൻ്റേതായ ടേസ്റ്റ് അതിന് തന്നെ ഉണ്ട്. ഇപ്പോൾ ഇത് ഈ കാണുന്നതാണ് സ്നോ പോയിൻ്റ് എന്ന് പറയും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിയാം, ഇപ്പോൾ ആ സീസൺ അല്ല, സ്നോ സീസൺ അല്ലാത്ത കാരണം നമുക്ക് ഇവിടെ അത് കാണാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം ഇവിടെ നിങ്ങൾക്ക്, ഞങ്ങൾ വന്നത് ക്യാബിനാണ്, ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അല്ലാത്ത പക്ഷം കേബിൾ കാർ വഴി ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. സോ അതിന് ടിക്കറ്റ് എടുത്ത് അതിന് കുറച്ച് വെയിറ്റ് ഒക്കെ ചെയ്യണം. സോ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ടാക്സി വിളിച്ച് വരാം, അതാവുമ്പോൾ കുറച്ച് വ്യൂ പോയിൻറ്റ്സ് അവർ തന്നെ നമുക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇതാണ് കേട്ടോ പോയിൻ്റ്. ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് ഈ സ്പോട്ടിൽ. ഒരു ചെറിയ സ്പോട്ടാണെങ്കിലും നല്ല രസമാണ് ഇവിടെ കാണാൻ. ഈ പോയിന്റിൽ വന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അത്ര വലിയ തിരക്കൊന്നുമില്ല. മേ ബി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ഓഫ് സീസണാണ്, സോ അത്ര തിരക്കും ഉണ്ടായിരുന്നില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ എന്തോ ലക്കിയും ആയിരുന്നു. ഒരു ഭയങ്കര തിരക്കുമില്ല, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു അഡ്വഞ്ചറസ് ഇത് കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പോയിന്റിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകാം എന്നാണ് വിചാരിച്ചത്. എന്തായാലും നോക്കി കളയാമല്ലോ. ഇതാ ഇപ്പം അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങൾ ഈ ടവർ 360 ഈഗിളയാണ് ചൂസ് ചെയ്തത്. മറ്റേതൊക്കെ ഭയങ്കര നോർമലായിരുന്നു, ഗോ കാർട്ടിങ്ങും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതെന്തായാലും കുറച്ച് ഡെയറിങ് ആയിട്ട് തോന്നി. ഞങ്ങൾ അത് കാരണം ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ട്രൈ ചെയ്യണേ. ഇപ്പോൾ ആ കിടിലൻ പറഞ്ഞ സാധനമൊക്കെ ട്രൈ ചെയ്ത് ഇപ്പോൾ വന്ന് വല്ലതും കഴിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുത്തെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആലു ടിക്കിയും മറ്റേ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്താ പനീർ ഫുൽക്കയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനമാണ്. അതും ഞങ്ങൾ ഓർഡർ ചെയ്തു.
ഞാൻ കഴിച്ച് നോക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പനീർ ടിക്കയായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് ഫുഡ് പാക്ക് ചെയ്ത് ഞങ്ങൾ റൂമിൽ പോയി കഴിക്കാനാണ് പ്ലാൻ. എന്നിട്ട് ഒരു വൈകുന്നേരമായിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തോട്ടിറങ്ങി വല്ലതും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ മറ്റേ ഫുഡിൻ്റെ മേക്കിംഗ്, സ്ട്രീറ്റ് ഫുഡ് മേക്കിംഗ് ഞാൻ എൻജോയ് ചെയ്യുകയാണ് ഗൈസ്. ഇപ്പോൾ ഒരു 8-8:30 ആയിട്ടുണ്ടാവും. ഞങ്ങൾ ബോട്ട് ഹൗസ് ക്ലബ്ബിലാണ് വന്നിട്ടുള്ളത്. ലേക്ക് ഫേസിങ് വ്യൂ സീറ്റ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. കാരണം ഇന്ന് ലാസ്റ്റ് ഡേ ഇൻ നൈനിതാലാണ്. നാളെ ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. നിങ്ങളും എൻ്റെ കൂടെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ എണീറ്റ്, ഈ തണുപ്പത്ത് രാവിലെ എണീക്കാൻ തന്നെ ഭയങ്കര പാടാണ് ഗൈസ്. എങ്ങനെയല്ല എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ തുറന്ന് ഞാൻ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഒരുപാട് ചീറ്റിങ് കേൾക്കേണ്ടി വന്നു ഭയങ്കര ലേറ്റായിട്ട് എണീറ്റിട്ട്. എന്തായാലും പറഞ്ഞ സമയത്തിനുള്ളിൽ ഇറങ്ങണമല്ലോ, അത് കാരണം വേഗം പിടിയെന്ന് പറഞ്ഞ് എല്ലാം പാക്കൊക്കെ ചെയ്തു. റെഡി. ഇപ്പോൾ ദാ ഞങ്ങളെ ഇപ്പം നമ്മൾ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാം ലഗേജുകളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ഇതുണ്ട്, കാരണം ഷോപ്പിങ്ങിൻ്റെ അല്ലറ ചില്ലറ ബാഗ്സാണ്, അതുമുണ്ട്. ഇതാ ഇപ്പോൾ എല്ലാം ബാഗും ഇതൊക്കെ എടുത്തു. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 ദിവസത്തെ ഇത് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. ഇപ്പം നൈനിതാൽ ട്രിപ്പ് ഈ 3 വീഡിയോസായിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ സ്ഥലവും ട്രിപ്പും ഒക്കെ എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു.